ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ ജോണും വീണയും കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്കാലത്തെ ജോണേട്ടനുണ്ട്. ജോണേട്ടനൊപ്പമുള്ളതേ എനിക്കൊരു ധൈര്യമായിരുന്നു. എന്റെ ഹീറോ ആയിരുന്നു ജോണേട്ടൻ. എന്ത് പ്രശ്നമുണ്ടായാലും ചെന്ന് പറയാൻ ഒരാള്, ഒപ്പം തന്നെയുള്ളൊരു കൂട്ട്. മുറിവിലിറ്റിച്ച പേരച്ചാറും തിന്നാൻ കൊണ്ടുവന്ന ആനച്ചാമ്പയുടെ പൂവും, പിന്നെ ഇപ്പൊ ജോണേട്ടൻ തന്നെ പറഞ്ഞു തന്ന കുറെ കഥകളിലെ ഓർമ്മകളും, പിന്നെ ഞാൻ മറന്ന ജോണേട്ടന്റെ ഓർമ്മയിലെ ഓരോ കാര്യവും ഇനി എന്നും കേൾക്കാലോന്ന് വീണ പറയേ. ചിരിയോടെ അതെല്ലാം പറഞ്ഞു തരാമെന്ന് ജോണും. എനിക്കെപ്പോഴൊക്കെയോ ഒരു അപകർഷത തോന്നിയിരുന്നു ജോണേട്ടന്റെ കാര്യത്തില്. ജോണേട്ടനെ ഞാൻ അർഹിക്കുന്നില്ല എന്ന മട്ടിൽ. നിക തന്നെയാണ് അതിന് യോഗ്യ എന്ന് തോന്നിയിരുന്നു. അതൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചെങ്കിലും ഒടുവിൽ എനിക്ക് പറ്റാതെയായി. മൊത്തം കയ്യിന്ന് പോയെന്ന് വീണ പറയേ. ഇപ്പോ കയ്യിലോട്ട് കിട്ടിയില്ലേ, അപ്പൊ ഞാൻ ബാക്കി കഥ പറയാമെന്ന് പറഞ്ഞ് ജോൺ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും കഥയൊക്കെ പിന്നെ. ആദ്യം ഞാൻ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞവൾ അവന്റെ നെഞ്ചിലേക്ക് തല ചായച്ച് ഹാർട്ട് ബീറ്റ് നോക്കിക്കൊണ്ട്, എന്തൊരു മിടിപ്പാ ജോണേട്ടാ എന്ന് ചോദിക്കേ. പിന്നെ മിടിക്കില്ലേ എന്ന് ജോണും. ഇത് അങ്ങനത്തെ ഇടിപ്പൊന്നുമല്ല, പടപടാന്ന് ഇടിക്കുക എന്ന് വീണ പറയേ. അതെ, സ്നേഹം കൂടുമ്പോ എന്റെ മിടിപ്പ് കൂടുമെന്ന് ജോണും. ഇങ്ങനെ സ്നേഹം കൂടിയാല് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കേണ്ടി വരുമെന്ന് വീണയും. കൂടിയ സ്നേഹം നിനക്ക് കുറച്ച് തന്നാലേ ഇതിപ്പോ താനെ കുറഞ്ഞോളൂ എന്നവൻ വീണയെ ചേർത്ത് പിടിച്ച് പറയേ. അയ്യടാ, ഇപ്പൊ കുറയ്ക്കണ്ട എന്ന് നാണത്തോടെ പറയുന്ന വീണയെ ജോണും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. ആ സമയത്ത് സന്തോഷവിടെ എഴുത്തിലായിരുന്നു. നമുക്ക് സ്വന്തമാക്കാനുള്ള സന്തോഷമല്ലേ അറിയൂ. പിടിച്ചെടുക്കുക, വഴങ്ങാത്തതിനെ വലിച്ചെറിയുക, വെറുക്കുക, നശിപ്പിക്കുക, അതാണ് പതിവ് വഴി. അത്രമേൽ ഇഷ്ടമായിരുന്ന ഒന്നിനെ എങ്ങനെയാണ് അതിനേക്കാൾ ആഴത്തിൽ വെറുക്കാനാവുന്നത്? ആനന്ദത്തിന്റെ ഡോപ്പമിനും ഓക്സിറ്റോക്സിനും തലച്ചോറിലുണ്ടാക്കിയ ആൾ തന്നെ വിഷാദത്തിന്റെ സെറിട്ടോണിനും കോർട്ടിസോളിനും കാരണമാവുന്നു. വിചിത്രമാണത്. ഇഷ്ടത്തിന്റെ പൂങ്കാവനത്തിൽ നിന്ന് വെറുപ്പിന്റെ താഴ്വരയിലേക്ക് അകലം സത്യത്തിൽ കുറവാണ്. പക്ഷേ ഭ്രാന്ത് എന്നിൽ ഉണർത്തിയ വലിയ തിരിച്ചറിവുണ്ട്. അതെന്നിലുണ്ടാക്കിയത് ചെറുതല്ലാത്ത മാറ്റമാണ്. അതിനാലാണ് എനിക്ക് ഈ രാത്രിയിൽ സന്തോഷത്തിൽ ഇരിക്കാനാവുന്നത്. നമ്മെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കാൻ പഠിച്ചു തുടങ്ങുമ്പോൾ സ്വന്തമാക്കി വെക്കുന്നതിന്റെ നിർബന്ധ ബുദ്ധിയൊക്കെ ഉടനെ പോകും. അത് മനുഷ്യനെന്ന നിലയിലും നമ്മുടെ പുനർനിർമ്മിതിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷമായിരിക്കുക. നമുക്കിടയിലെ സ്നേഹം ഉടഞ്ഞു പോവാത്തതിൽ ഞാനും സന്തുഷ്ടനാണ് എന്നൊക്കെ സന്തോഷ് ഓരോന്നോർത്ത് എഴുതിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം ടീച്ചറമ്മയും റജിയും കനിയും ജോണിന്റെ വീട്ടിലെത്തുക. ടീച്ചറമ്മ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും തുറക്ക്, ഇനി എന്ത് നോക്കാനെന്ന് പറഞ്ഞ് കനിയും കൂട്ടരും അകത്തേക്ക് കയറി പോവുകയാണ്. മേരിക്കുട്ടി ടീച്ചർ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ടീച്ചറമ്മയും സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുക. സ്റ്റെയർകേസ് ഇറങ്ങി വരികയായിരുന്നു വീണയും ജോണും. അമ്മയെ കണ്ട് വീണ ഓടിയെത്തി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. എന്താണ് പെട്ടെന്ന് അറിയിക്കാതൊരു വരവ് എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കേ. സംഗതി സർപ്രൈസ് ആവുമ്പം പറഞ്ഞിട്ട് വരാൻ പറ്റുമോ എന്ന് കനി പറയേ. ഇവളുടെ ഒരു സർപ്രൈസ് ഇനി ഞങ്ങൾക്ക് താങ്ങൂലെന്ന് വീണയും ചിരിയോടെ പറയുന്നുണ്ട്. അത് സത്യ, കനിയുടെ നമ്പറുകൾക്ക് ഇനി ആരും സപ്പോർട്ട് വേണം എന്ന് ജോൺ ചിരിയോടെ പറയേ. ഓ, ഞാൻ അങ്ങ് അമേരിക്കയിൽ നിന്ന് വന്ന് അത്യാവശ്യം കളികളൊക്കെ കളിച്ചോണ്ടാ ഈ യങ് കപ്പിൾസിന് ഇങ്ങനെ പ്രകാശം പരത്തി നിൽക്കാൻ കഴിയുന്നു. സ്മരണ വേണം, സ്മരണ എന്ന് കനിയും. സ്മരണയൊക്കെ ഉണ്ട്. കനി മടങ്ങുന്നതിന് മുമ്പ് കനിയെ ഞങ്ങൾ ശരിക്കൊന്ന് ആദരിക്കുന്നുണ്ട് എന്ന് ജോൺ പറയേ. തിരിച്ച് പണി തരാനുള്ള പദ്ധതിയാണല്ലേ? ആ, ശരിക്കും കേട്ടപ്പോ മനസ്സിലായതേ. ഡോണ്ടു എന്ന് കനിയും. നിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ? എല്ലാം തന്നിട്ടേ നിന്നെ അമേരിക്കയ്ക്ക് പറഞ്ഞു വിടാൻ പറ്റൂ എന്ന് വീണയും. ശരിയമ്മ നോക്ക് എന്ന് പരിഭവത്തോടെ കനി പറയേ. വാങ്ങിച്ചോ, കിട്ടുന്നതെല്ലാം വാങ്ങിച്ചോ എന്ന് ടീച്ചറമ്മ. അങ്ങനെ എല്ലാം എനിക്ക് മാത്രം വാങ്ങിച്ചു കൂട്ടാൻ പറ്റത്തില്ല. എനിക്കപ്പം 2 നടിമാര് കൂടി ഉണ്ടായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചറേയും ചെറിയമ്മയെയും ചൂണ്ടിക്കൊണ്ട് കനി പറയേ. എന്നാലും ഐഡിയ നിന്റേതല്ലേ കനി, കിട്ടുന്നത് നീ തന്നെ വാങ്ങിച്ചോ എന്ന് മേരിക്കുട്ടി ടീച്ചറും. അതെ, വിഷയത്തിൽ നിന്ന് പോവാതെ കാര്യം പറ പിള്ളേരെ എന്ന് ചെറിയമ്മ പറയേ. അപ്പൊ മുന്നേ സ്വന്തം സർപ്രൈസ് എന്ന് പറഞ്ഞ് രജിച്ചേട്ടാന്ന് കനി വിളിക്കേ. വീണയ്ക്ക് ദാ എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ റജി അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴേക്കും എന്താ ഏട്ടാ ഇത് എന്ന് വീണ ചോദിക്കുന്നു. പ്രൈമറി ടീച്ചറായിട്ടുള്ള നിന്റെ നിയമന ഉത്തരവ് എന്ന് രജിച്ചേട്ടൻ പറയുന്നത് കേൾക്കെ വീണയ്ക്കും സന്തോഷമാവുകയാ. മേരിക്കുട്ടി ടീച്ചറും ആണോ സരസു എന്ന് സരസുവിനോടായി ചോദിക്കേ. അതെ എന്ന് അവരും. അവൾ ആ ലെറ്റർ പൊട്ടിച്ച് നോക്കുമ്പോഴേക്കും എന്താ സന്തോഷം അല്ലേ എന്ന് റജി കനിയോടായി പറയുന്നുണ്ട്. ഇവിടെ വന്നു കയറിയതിന്റെ ഐശ്വര്യം കണ്ടോ നീ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കേ. ഓ, ഇപ്പൊ അങ്ങനെയായോ എന്ന് ടീച്ചറമ്മയും. റജി പറയുന്നുണ്ട്. മാധവത്തിൽ ഇന്നലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നപ്പോഴേ സർപ്രൈസ് ആയി വീണയ്ക്ക് കൊണ്ടുതരണമെന്ന് അപ്പച്ചൻ പറഞ്ഞതാ. രാവിലെ ഒരു തല ചുറ്റൽ, ഞാനതുകൊണ്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്തിയ വീണയെ വിളിക്കണമെന്ന് അപ്പച്ചൻ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞ് റജി തന്റെ മൊബൈൽ എടുത്ത് അപ്പച്ചനെ വിളിക്കുകയാണ്. അവൻ അപ്പച്ചനെ വിളിച്ച് വീണയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുമ്പോഴേക്കും ഹലോ വലിയമ്മേ, എന്ത് പറ്റിയെന്ന് വീണയും ചോദിക്കുന്നുണ്ട്. കുഞ്ഞി, അതെ, ഒരു തലചുറ്റല്. ചില ദിവസം ഇങ്ങനെ ഉണ്ടാവും. ഒന്ന് കിടന്നാൽ അങ്ങ് പോകുമെന്നേ.
അന്നേരം റജി എന്നോട് പറഞ്ഞു ഇറങ്ങണ്ടെന്ന്. ഇപ്പൊ പിള്ളേര് പറഞ്ഞാ പിന്നെ അനങ്ങാൻ പാടില്ലല്ലോ എന്ന് വല്യമ്മ പറയേ. എന്നിട്ടിപ്പോ കുറഞ്ഞ വല്യമ്മേ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. കുറവുണ്ട്, പിന്നെ നിയമന ഉത്തരവ് എത്തിയോ എന്ന് വല്യമ്മ ചോദിക്കേ. കിട്ടിയെന്ന് സന്തോഷത്തോടെ വീണ. സന്തോഷായോ കുഞ്ഞി എന്ന് ചോദിക്കേ. സന്തോഷായി വല്യമ്മ, സ്കൂളിലാക്കാൻ ഞാൻ അങ്ങ് വരും കേട്ടോ, അതെന്റെ അവകാശമാ എന്ന് വല്യമ്മ പറയേ. വല്യമ്മ എത്തിയിട്ടേ ഞാൻ ജോയിൻ ചെയ്യത്തുള്ളൂ എന്ന് വീണയും സമ്മതിക്കുകയാ. അതെനിക്കറിയാമെന്ന് വല്യമ്മയും സന്തോഷത്തോടെ പറയേ. എന്നാ ശരി വല്യമ്മ എന്ന് പറഞ്ഞ് വീണ കോൾ വെക്കുകയാ. വന്നേ കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ എല്ലാവരെയും വിളിച്ചോണ്ട് പോവുകയാ. പിന്നീട് മാധവത്തിൽ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ലച്ചുവും കനിയും. ശിവരാമേട്ടൻ അങ്ങോട്ട് വന്ന് കനിയുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഒന്നിച്ചിറങ്ങിയ പോരെ ലച്ചു, നീ പോകുന്നുണ്ടല്ലേ കനിയിപ്പോ ഇറങ്ങുന്നതെന്ന് ചോദിക്കേ. എന്റെ വർക്ക് നടക്കുമല്ലേ ഏട്ടാ, എനിക്ക് പോയേ പറ്റൂ. പിന്നെ കനിക്കുട്ടിയുടെ കെട്ട് ഞാനില്ലാതെ നടക്കുമെന്ന് പേടിച്ച് ഞാൻ ഇങ്ങോടി വന്നതല്ലേ, ഇനിയിപ്പോ എന്തായാലും പോയേ പറ്റൂ എന്ന് ലച്ചുവും. അപ്പോഴേക്കും വാക്കറിയിൽ പിടിച്ച് കൃഷ്ണചന്ദ്രൻ സാറും അങ്ങോട്ട് വന്ന് കനിക കൂടി ഇറങ്ങുമ്പോ മാധവമാകെ അനക്കമില്ലാതാവും. അതാ വിഷമം, വിന്റർ വെക്കേഷൻ കഴിയുന്നതുവരെ കനി ഉണ്ടാവുമെന്നാ കരുതിയിരുന്നത് എന്ന് സാർ പറയേ. നേരത്തെ ഹെൻറി ഇല്ലെങ്കിലും ഞാൻ ഓക്കെ ആയിരുന്നു സാർ. ഇതിപ്പോതെ ഇവള് വന്നതിനു ശേഷം എനിക്കിപ്പോ ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഇവളുടെ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിനു ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു എന്ന് ലച്ചു പറയുന്നത് കേൾക്കെ. അപ്പോ നീ ചെറുതായിട്ട് അലിഞ്ഞു തുടങ്ങിയല്ലേ എന്ന് ശിവരാമേട്ടനും ചോദിക്കുക. അലിയാണ്ടിരിക്കാൻ ഏട്ടന്റെ ലച്ചു കല്ലൊന്നുമല്ലല്ലോ എന്ന് ലച്ചു ചിരിയോടെ ചോദിക്കേ. നമ്മുടെ വില കണ്ടോ വല്യമ്മ, ഇപ്പൊ ഞാനില്ലാണ്ട് അവിടെയും പ്രോബ്ലം ഇവിടെയും പ്രോബ്ലം എന്ന് കനി ചിരിയോടെ പറയേ. അതെ, ഒരേ സമയം ഇന്ത്യയെയും അമേരിക്കയെയും ബാധിക്കുന്ന പ്രശ്നമായി കനി. അതെ, ഇന്ത്യയിൽ തന്നെ കേരളം മാത്രം പോരല്ലോ, മുംബൈ കൂടി നോക്കണമല്ലോ എന്ന് കനിയും. അല്ല ലച്ചു, മാറില്ലെന്ന് നമ്മൾ കരുതിയ മനുഷ്യരൊക്കെ നമ്മുടെ മുന്നിലല്ലേ മാറി ഞെട്ടിച്ചത് എന്ന് ശിവരാമേട്ടൻ പറയേ. അത് കനികയുടെ യോഗമാണെന്ന് സാർ. ആരും ഒപ്പമില്ലെന്ന് കരുതിയ ശൂന്യതയിൽ നിന്ന് ഇപ്പോ 3 അമ്മമാരല്ലേ എന്ന് സാർ ചോദിക്കേ. കനിയും സന്തോഷത്തോടെ യെസ് എന്ന് പറയുന്നുണ്ട്. കനിക നഷ്ടമാവുന്നതൊന്നും കാലം നമുക്ക് തരാതെ വിടില്ലെന്നേ എന്ന് സാർ പറയേ. ഞാൻ അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോഴേ അമ്മയോട് ഇക്കാര്യം സൂചിപ്പിച്ചായിരുന്നു സാർ. നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി എനിക്ക് മടക്കി തന്ന യൂണിവേഴ്സിനെ പറ്റി എന്ന് കനിയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും അതിനുമേൽ കനി ഇപ്പൊ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിന്റെ ഒരു കളിയുണ്ടെന്ന് സാറ് പറയുമ്പോഴേക്കും ടീച്ചറമ്മയും അങ്ങോട്ടെത്തുകയാ. എല്ലാവർക്കും നല്ല വിശപ്പായെന്ന് തോന്നുന്നല്ലോ, എല്ലാരും വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞു തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായെന്ന് ടീച്ചറമ്മ പറയേ. ഇനി ഇങ്ങോട്ട് മടങ്ങി വരും വരെ ഇവളുടെ ശാപ്പാടിന്റെ രുചിയും മണവുമാവും മൂക്കിലും നാവിലും. നാട്ടിലേക്ക് നമ്മളെ വീണ്ടും പിടിച്ചു വലിക്കുന്നത് ഈ മണവും രുചിയും ഒക്കെയാന്നേ എന്ന് ലച്ചു അത് ഓർത്തെടുത്ത് പറയേ. എന്നാ പോരെ, എല്ലാവർക്കും കഴിക്കാം പായെന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാ ശിവരാമേട്ടനും കൃഷ്ണചന്ദ്രൻ സാറും ലച്ചുവും കനിയും എല്ലാം ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽപ്പാ ടീച്ചറമ്മയും. അപ്പോഴേക്കും റജിയും സുജിയയും കൂട്ടി അങ്ങോട്ട് എത്തുന്നുണ്ട്. അവരെ കാണാൻ ലച്ചുവും പറയുന്നുണ്ട്. ആഹാ, രാവിലെ റിജി ഇറങ്ങിയപ്പോ തന്നെ തോന്നി മോതിര പെണ്ണിനെ കൂട്ടാൻ പോയതാണെന്ന്. അതുകൾക്ക് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഇവരെ അല്ലേലും പണ്ടേ പരസ്പരം അറിയാതെ അബദ്ധത്തിൽ ഇവിടെ എത്തുന്ന കൂട്ടരാണെന്ന്. അതുകൾക്ക് ലച്ചുവും ഇവളും പിള്ളേരെ കളിയാക്കി തുടങ്ങിയോ എന്ന് ചോദിച്ച് നിങ്ങൾ ഇരിക്കി പിള്ളേരെ എന്ന് റജിയോടും സുജിയോടും പറയുന്നുണ്ട്. ഇല്ല, നമ്മൾ പിന്നെ ഇരുന്നോളാമെന്ന് റജിയും പറയുക. ആ മോളെ, അനിയത്തി എന്ത് പറയുന്നു എന്ന് ടീച്ചറമ്മ സുജിയോടായി ചോദിക്കേ. ഇങ്ങോട്ടാണെന്ന് റജിച്ചേട്ടൻ പറഞ്ഞപ്പോ വരാന്ന് സമ്മതിച്ചതാ. ഇതുവരെ ഇങ്ങനെയൊരു സംഭവം വിജിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് സുജി പറയേ. അതൊരു നല്ല സൂചനയാണല്ലോ. നമ്മളോട് വിജിക്കൊരു കംഫർട്ട് തോന്നിയത് കൊണ്ടാ ഈ മാറ്റം. അല്ല, അവളെയും കൂടി എന്താ കൊണ്ടുവരാത്തെ എന്ന് ടീച്ചറമ്മ ചോദിക്കേ. അച്ഛനും പിന്നെ ഒറ്റയ്ക്കല്ലേ എന്ന് സുജി പറയുന്നുണ്ട്. ഇങ്ങനെ പരിചയമുള്ള കൂട്ടത്തിലേക്ക് വിജയെയും കൂടി കൊണ്ടുവരണം. അപ്പൊ ഈ ഉൾവലിയിലൊക്കെ കുറെ അങ്ങ് മാറുമെന്ന് ടീച്ചറമ്മ പറയേ. അത് ഞാനും പറഞ്ഞതാ അപ്പാന്ന് റജിയും പറയുന്നുണ്ട്. ലച്ചോപ്പോഴേക്കും ശിവരാമേട്ടനോടായി. ഏട്ടാ, ഞാൻ ഇവനിൽ ശരിക്കും ഇംപ്രസ്ഡ് ആയി കേട്ടോ. ഇപ്പൊ എല്ലാം പ്രാക്ടിക്കലായി കാര്യങ്ങൾ കാണുന്ന പിള്ളേരാ. സർക്കാർ ജോലി കൂടി ഉണ്ടെങ്കിൽ അങ്ങ് സ്ത്രീധനം കിട്ടുന്ന പുളിങ്കൊമ്പ് തന്നെ നോക്കും. ഇപ്പോ ആ കുടുംബത്തിന്റെ വിഷമം കൂടി ചുമക്കാൻ കാണിക്കുന്ന ഇവന്റെ മനസ്സുണ്ടല്ലോ. മോനെ ഡാ, നീ സൂപ്പറാടാ എന്ന് റജിയോടായി ലച്ചു പറയുമ്പോഴേക്കും താങ്ക് യു എന്ന് സന്തോഷത്തോടെ റജിയും. അതുകൾക്ക് ശിവരാമേട്ടനും പറയുന്നുണ്ട്. അല്ല, ജോലി കിട്ടിയ കഥകളൊക്കെ നേരെ തിരിച്ചലച്ചു. ഇവനെ പുസ്തകം വാങ്ങിക്കൊടുത്ത് പഠിക്കാൻ നിർബന്ധിച്ച് ഇവനെ ഒരു പോലീസ് ആക്കിയെടുത്തത് നമ്മുടെ വക്കീലാ എന്ന് പറയേ. ഏതായാലും ജോലി കിട്ടി കഴിയുമ്പോ പയ്യന്മാര് ശരിക്കും അങ്ങ് പ്രാക്ടിക്കലാവും. ഇവനെ ആ ഗുണം കാണിച്ചില്ലെന്നാ ഞാൻ പറഞ്ഞതെന്ന് ലച്ചു. അത് പിന്നെ വിത്ത് ഗുണം അല്ലേ ശിവരാമേട്ട എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കൃഷ്ണചന്ദ്രൻ സാറിനെ ലിവിംഗ് റൂമിലെ കസേരയിലേക്ക് കൊണ്ടിരുത്തുകയാ ടീച്ചറമ്മ. റജിയും സുജിയും മുറ്റത്തിരുന്ന് പ്രണയസല്ലാപത്തിലാ. മുറ്റത്ത് നിൽക്കായിരുന്ന ശിവരാമേട്ടനും ലില്ലിക്കുട്ടിയുമായി കോളിലാ. ലച്ചുവിനെ വിട്ടിട്ട് ഞാൻ നേരെ അങ്ങ് വരും. ഇല്ലടി, വൈകില്ല ഞാൻ എന്നൊക്കെ അപ്പച്ചൻ പറയുന്നത് കേൾക്കെ. അമ്മച്ചിയാ എന്ന് റജി സുജിയോടായി പറയുന്നുണ്ട്. പിന്നീട് ലിവിംഗ് റൂമിലെ ചെയറിൽ
കസേരയിൽ ചെറിയമ്മയുടെ അടുത്തേക്കിരുന്ന കനിയെ ചെറിയമ്മ ചേർത്ത് പിടിക്കുക. എത്രയൊക്കെ ബലം പിടിച്ചാലും ചെറിയമ്മയെ തൊടുമ്പോ എനിക്ക് കരച്ചിൽ വരും എന്ന് കനി പറയുന്നത് കേട്ടിരിക്കായിരുന്ന സാറും, നമ്മളെ അങ്ങനെ ഉള്ളിൽ തൊടുന്ന മനുഷ്യരെ ഒരു ഭാഗ്യമാണ് കനിയെന്ന് സാറും പറയുക. അതെ, നമ്മളെ ഓർക്കുന്ന, നമ്മളെ കരുതുന്ന ഒരാള് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളൊരു ബോധ്യം തന്നെ വലിയൊരു ബലമാ. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ ഉള്ളു തൊടുന്ന മനുഷ്യന്മാരുണ്ടാവണം. ഞാനേ വിന്റർ വെക്കേഷൻ ആയിട്ടും മടങ്ങുന്നത് എന്താണെന്നറിയോ എന്ന് കനി ചോദിക്കേ, അത് പറഞ്ഞാലല്ലേ അറിയൂ എന്ന് ചെറിയമ്മയും. US-ലേക്ക് ലൂക്ക വരുന്നുണ്ട് എന്നവൾ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി ഇരിപ്പാ ടീച്ചറമ്മയും സാറും. യൂറോപ്യൻ ട്രിപ്പിൽ പരിചയപ്പെട്ട ചെങ്ങാതിയാ, ഇറ്റലിക്കാരൻ. ആളൊരു ട്രാവൽ ഫോട്ടോഗ്രാഫറാ. ഫ്ലോറൻസിലാ ലൂക്ക വളർന്നത്. ആർട്ടിസ്റ്റായ അച്ഛനും മ്യൂസിഷ്യനായ അമ്മയും. വല്ലാത്തൊരു റയർ കോംബോയാ. ആളെ കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കൾച്ചറിനെ പറ്റിയൊക്കെ ലൂക്കയ്ക്ക് നല്ല മതിപ്പാ. ഞങ്ങൾക്ക് പ്രേമമൊന്നും അല്ല കേട്ടോ, അതിനുമപ്പുറം എന്തോ ഒരു ബോണ്ടിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ലൂക്ക ശരിക്കും ആളുകളെ കേട്ട് മനസ്സിലാക്കുന്ന ഒരാളാ. ഒട്ടും റഷില്ലാതെ ഓരോ ചെറിയ നിമിഷവും ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ഒരാള്. വേഗത കുറിച്ച് എല്ലാം ആസ്വദിക്കുന്നത് തന്നെ എനിക്ക് പുതിയ അറിവാ. സംഗതിയെ കൊള്ളാം. പിന്നെ ആള് ശരിക്കും ഇമോഷണലി നല്ല ഓപ്പണാ. പിന്നെ കുറച്ച് ഫിലോസഫിക്കൽ ആണെന്നുള്ളതാണ് ഒരു കനം. പ്രാഗിലേക്കുള്ള ട്രിപ്പിലാണ് ഞാൻ ആളെ പരിചയപ്പെടുന്നത്. ആള് ശരിക്കും ഡിറ്റാച്ചഡും ഫ്രീയുമാ. എന്നിട്ടും ഒടുവിൽ പിരിയുമ്പോഴേ വി വിൽ മീറ്റ് അഗെയിൻ സംവെയർ എന്ന് പറഞ്ഞു. പിന്നെ ഈ വിന്ററിന് അവൻ US-ലേക്ക് വരുന്നത് മഞ്ഞിന്റെ പടം പിടിക്കാനല്ലെന്ന് എനിക്കറിയാം. അവനും ഞാനുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഒപ്പം യാത്രയിൽ കൂട്ടാൻ പറ്റിയ ഒരാളാ. കൂട്ടല്ലേ എന്ന് കനി സാറിനോടായി ചോദിക്കേ, സാർ ഒരു പതർച്ചയോടെ ഇരിക്കുമ്പോഴേക്കും എന്ത് യാത്ര എന്ന് ചെറിയമ്മയും ചോദിക്കുന്നുണ്ട്. ചെറിയമ്മയിലെ കൺസർവേറ്റീവ് അപ്പച്ചി ഉണർന്നു കേട്ടോ സാറേ എന്ന് കനി ചിരിയോടെ പറയേ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത ഒരു ലോകത്തും കാലത്തുമാണ് കനി. നിങ്ങൾ നിങ്ങളുടെ ശരികളിൽ ജീവിക്കൂ എന്നേ എനിക്ക് പറയാനുള്ളൂ എന്ന് സാറും പറയുകയാ. പോവാൻ നേരത്ത് സൂത്രത്തിൽ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കണം, എനിക്കെല്ലാം വിശദമായിട്ട് അറിയണം എന്ന് ചെറിയമ്മ സ്ട്രിക്റ്റായി പറയുന്നത് കേൾക്കേ, കണ്ടോ കണ്ടോ കൺസർവേറ്റീവ് ചെറിയമ്മ എന്ന് കനിയും ചിരിയോടെ കളിയാക്കി പറയേ. പിള്ളേരുടെ കാര്യത്തിൽ അങ്ങനെയാ അമ്മമാര് എന്ന് ചെറിയമ്മ പരിഭവത്തോടെ പറയേ. സ്നേഹത്തോടെ ചെറിയമ്മയെ ചേർത്ത് പിടിക്കുന്ന കനിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.